ഒരു ഡിസീസ് കണ്ടീഷനാണ് ഇൻറ്റസ്റ്റൈൻ ഇന്റർസെക്ഷൻ എന്ന് പറയും. അത് കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പം രണ്ട് ചെറുകുടൽ വൻകുടലിനകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു സംഭവം. അത് അങ്ങനെ ഡോക്ടർ നോക്കിയപ്പോഴത്തേക്ക് രണ്ട് സ്ഥലത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സർജറി ഇല്ലാത്തത് കാരണം, സർജറി ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തത് കാരണം നിങ്ങൾ എത്രയും പെട്ടെന്ന് പീഡിയാട്രിക് സർജറി ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്ന്, വീട് തൊട്ടടുത്താണ് ഞങ്ങളുടെ, അവിടെ വന്ന് ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഏത് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ളത്. ഇവൻ ചെറുതായത് കാരണം ഭയങ്കര കരച്ചിൽ. വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരണ വീടിന് തുല്യമായിരുന്നു അന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയും മാതാവേ, എൻ്റെ കുഞ്ഞിന് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്നിടത്തേക്ക് പോകാനുള്ള തീരുമാനം എടുക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഉടനെ തന്നെ ശനിയാഴ്ച ആയിരുന്നിട്ട് പോലും ഉടൻ തന്നെ പിന്നെ ഞങ്ങൾ അവിടെ വിളിച്ച് ബന്ധപ്പെടുകയും ഞങ്ങളങ്ങനെ സർജറിക്ക് കൊണ്ടുവന്നതിന് മുമ്പായിട്ട് ഒരു പ്രാവശ്യം കൂടെ സ്കാൻ ചെയ്യാനായിട്ട് റൂമിൽ കയറ്റി. അപ്പം ആദ്യത്തെ റൂമിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല അവിടെ. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്താലേ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടുത്തുള്ളൂ. ഇതെന്തൊരു പരീക്ഷണമായത്. ആ സമയത്ത് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അറിയാം, എൻ്റെ ബാഗിനകത്ത് എൻ്റെ മാതാവിൻ്റെ കാശ് രൂപ ഇരുന്നത്. ഞാൻ കുഞ്ഞിനെ സ്കാനിങ്ങിന് കയറ്റിയെങ്കിലും ഞാൻ ഓടി എൻ്റെ ബാഗിൽ നിന്ന് കാശ് രൂപ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്ത് അതിനുശേഷം കുഞ്ഞിനെ അടുത്ത സ്കാനിങ്ങിന് കയറ്റുന്നത്. അപ്പം സ്കാനിങ് റൂം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഇരുട്ടുള്ളൊരു റൂമാണ്. പക്ഷേ ആ സ്കാനിങ് മെഷീന് പുറകിലായിട്ട് ഒരു നല്ല വെളുത്തൊരു നല്ല ഒരു രൂപം, ഒരു തലയിൽ തുണിയിട്ട ഒരാൾ നിൽക്കുന്ന ഒരു രൂപം ഞാനിങ്ങനെ കാണുക. അപ്പം ഡോക്ടർ വീണ്ടും നോക്കും, ഇവനെ ഒന്നും കാണാൻ പറ്റുന്നില്ല സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് എന്താണെന്ന്. അപ്പം മേളിൽ ഇവനെ നോക്കുന്ന ഡോക്ടർ കോരുത്, മേളിലാണ് ഓപ്പറേഷൻ തിയേറ്റർ, അവിടെ റെഡിയായി നിൽക്കും ഇവന് ഇത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ ഫോണിൽ കൂടെ വിളിച്ച് പറയുക, ഡോക്ടറെ അത് ഓക്കെ ആയി, ആ 3 സ്ഥലത്ത് കയറിയിരുന്ന് ആ കുടല് തിരിച്ചിറങ്ങി വന്നേക്കുക, ഇത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുക. പക്ഷേ എനിക്ക് ആ സമയത്ത് എന്തോ അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ സംഭവിക്കണമെന്നാണല്ലോ, അതുകൊണ്ട് എനിക്ക് വെറുതെ തോന്നുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ കൂടെ നിന്ന് നേഴ്സ് എന്നോട് പറഞ്ഞു, കുഞ്ഞിനെ എടുത്തോ, ടേബിളിൽ നിന്ന് കുഞ്ഞിനെ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഓടി കുഞ്ഞിനെ എടുത്ത് വെളിയിൽ പൊക്കോളാൻ പറഞ്ഞു. വെളിയിലോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടിൽ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് അവിടെ. കുഞ്ഞിന് വലിയ അസുഖമായത് കാരണം നാട്ടിലുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ വന്നു. ഞാൻ വലിയ വായിൽ കരഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഓടി വരുവാ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട്. അപ്പം ഇവരുടെയൊക്കെ വിചാരം എൻ്റെ കുഞ്ഞിന് എന്തോ വലിയത് സംഭവിച്ച് ഞാൻ എൻ്റെ കരച്ചിൽ കണ്ടുകൊണ്ട് അങ്ങനെ തിരിച്ചു വന്ന് ഡോക്ടറിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവനെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ മേളിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന ഒറ്റ ഡ്രസ്സിലോട് കൂടി ഇവൻ ഡോക്ടറിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണിത്. അങ്ങനെ താഴെ വന്ന് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കണ്ടതിന് ശേഷം സാറ് വിശ്വസിക്കുന്നത് കുഞ്ഞിനിങ്ങനെ ഒരു കുഴപ്പമില്ല. ആ അരമണിക്കൂർ മുമ്പ് ചെയ്ത സ്കാനിങ്ങിൽ നിന്നും വ്യത്യസ്തമായി ആ 3 സ്ഥലത്തും കയറിയിരുന്ന കുടൽ തിരിച്ചിറങ്ങി വന്ന് കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ട എന്ന് ഞങ്ങളോട് പറയുക ഡോക്ടർ.